വിശ്വത്തിന്റെ കാര്യം നോക്കിയാൽ മതി. വിറക് വെട്ടിയും വെള്ളം കോരിയും കേരളത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന കുറെ നേതാക്കൾ UDF ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവർക്കറിയാം ആര് മുഖ്യമന്ത്രിയാകണമെന്ന്. ഞാൻ പറഞ്ഞതല്ല, മുരളീധരൻ പറഞ്ഞ വാക്കുകളാണ്. ആർക്ക് കൊടുത്ത? ശശി തരൂരിട്ട്. അപ്പൊ ശശി തരൂർ ഈ ഇടയ്ക്കായിട്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ കോൺഗ്രസിനെ ഇട്ട് കുത്തുക എന്നുള്ളതാണ് സ്ഥിരം പരിപാടി. ഓരോ ഡോസ് വീതം കൊടുക്കുന്നുണ്ട് കോൺഗ്രസിന് ഇടയ്ക്കിടയ്ക്ക്. അത് ക്രമേണ ക്രമപ്രവൃത്തമായിട്ട് അതിങ്ങനെ കുറച്ച് തീവ്രതരമായി വരികയാണ്. അപ്പം നമുക്ക് വാല് വെക്കുമ്പോൾ അറിയാമല്ലോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന്. എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ക്രമപ്രവൃത്തമായിട്ട് അത് കൂടുതൽ തീവ്രത ആർജിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹം കോൺഗ്രസിനോട് സലാം പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത കൊടും ക്രൂരതയുടെ ആ കാളരാത്രികൾ, അതിനെക്കുറിച്ചൊരു ഓർമ്മ ഈ സമയത്തായിരുന്നില്ല. അടിയന്തരാവസ്ഥയുടെ ആ വാർഷികം, 50-ാം വാർഷികം നമ്മൾ ആചരിച്ച ആ സമയത്തായിരുന്നു വേണ്ടത്. ആ സമയത്ത് അത് ഉണ്ടായില്ല എന്നുള്ളത് തികച്ചും. ആ സമയത്ത് പോലും ഒരു പക്ഷേ കോൺഗ്രസിലെ ഒരു നേതാവ് പോലും അത് ചൂടിനെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനെപ്പറ്റി ഇന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളുണ്ട്. അപ്പൊ കേരളം ഉൾപ്പെടെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും അന്ന് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ചില സംസ്ഥാനങ്ങളിൽ പാളിച്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളു. പക്ഷെ ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ നടുവിനിട്ട് വെട്ടുകയല്ലേ ശശി തരൂർ ചെയ്തത്? നടുവിനൊന്നും വെട്ടിയിട്ടില്ല. കാരണം ഇത് പ്രതികരിക്കേണ്ടെന്നൊരു മട്ടി ഇരിക്കുകയാണ് കോൺഗ്രസ്. ഇത് പലതവണ മറ്റു പാർട്ടികളിൽ നിന്ന് കേട്ടതാണ്. പക്ഷേ കോൺഗ്രസിനകത്തു നിന്നൊരാൾ ഇത്രയും ശക്തമായിട്ട് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞു പല നേതാക്കളും. പത്മജ വേണുഗോപാൽ മാത്രമാണ് അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് നിങ്ങളുടെ മകനെ ഇങ്ങനെ കൊന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളുടെ മകനെ അല്ല, കെ കരുണാകരൻ്റെ മകനെ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡനം ചെയ്തിട്ട് 3-ാം മുറ നോക്കിക്കൊണ്ട് ചെയ്തിരുന്നെങ്കിൽ, ഉരുട്ടി കൊന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചപ്പോൾ അതിന് കരുണാകരൻ്റെ മകൻ നക്സലൈറ്റ് അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ ആ പത്മജ വേണുഗോപാൽ ആ ഒരു രാജന്റെ കാര്യമായിരിക്കും സാർ പറഞ്ഞത്. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ പലരും പറയുന്നത് കരുണാകരൻ അത് അറിഞ്ഞിട്ടില്ല എന്ന്. സത്യം അതാണ്. ജയറാം പണി കരുണാകരൻ ആ സന്ദർഭത്തെ അറിഞ്ഞിട്ടില്ല എന്നും പിന്നീടാണ് അദ്ദേഹം ഈ ഒരു കാര്യം ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആണെന്ന് പോലും അറിയുന്നതും ഒക്കെ. പക്ഷെ അദ്ദേഹം പിന്നിൽ പെടുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അന്ന് ആഭ്യന്തരമന്ത്രി ജയറാം പണിക്കലായി, മുഖ്യമന്ത്രിയായിരുന്നു കരുണാകരൻ. അച്യുതമേനോൻ വെറും മാപ്പുസാക്ഷിയും മൗനിയവുമായിട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അച്യുതമേനോൻ ഒരു സ്ഥാനവുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളായിട്ടുള്ള തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മാക്സ്വൽ ഫെർണാണ്ടസിനെ വരെ ചോദ്യം ചെയ്തു, മർദ്ദിച്ചപ്പോൾ അച്യുതമേനോനെ പറഞ്ഞ് പോലീസുകാർ ചീത്ത വിളിച്ചു. എൻ്റെ അച്യുതമേനോനെ ഒന്നും പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞ് ചവിട്ടിക്കൂട്ടി ലോക്കപ്പിലെടുത്തിട്ട പോലീസായിരുന്നു അന്ന്. ജയറാം പണിക്കലായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിയായിട്ട് വിലസിയത് അച്യുതമേനോന് പകരം അന്ന് കെ കരുണാകരനായിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത്. വടക്കേ ഇന്ത്യയിൽ സംഭവിക്കുന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല. വടക്കേ ഇന്ത്യയിൽ ആ സമയത്ത് സഞ്ജയ് ഗാന്ധിയുടെ, അംബിക സോണിയുടെ, റുക്സാന സുൽത്താനയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ കോട്ടറയുടെ നേതൃത്വത്തിൽ പല കാര്യങ്ങളും അഭിശക്തമായിട്ട് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടന്നിരുന്നു. അതിനൊന്നും യാതൊരു അനുമതിയും വേണ്ട. അദ്ദേഹം ഭരണത്തിൻ്റെ ബാഹ്യമായിട്ടൊരു ശക്തിയാണ്, ഭരണത്തിൻ്റെ പങ്കാളിയല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹം ആ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ബ്രിഗേഡും കൂടി അവിടെ നടത്തിയ കൊടും പീഡനങ്ങൾ, നിർബന്ധമായിട്ട് വന്ധീകരിക്കുക ആൾക്കാർ, നായ്ക്കളെയൊക്കെ ABC ചെയ്യുന്നത് പോലെ. അത് തുർക്കുമാൻ ഗേറ്റിൻ്റെ അടുത്തും പരിസരത്തും ഉണ്ടായിരുന്ന കോളനികൾ, ചേരികളൊക്കെ ബുൾഡോസർ വെച്ചിട്ട് നശിപ്പിച്ച് കളയുക, പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ സ്ഥലമില്ലാതാക്കി ഡൽഹിയുടെ മുഖം സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. ഒരു പരിഷ്കൃത രാജ്യത്തോ ജനാധിപത്യ രാജ്യത്തോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ക്രൂരതകളാണ്. അതുകൊണ്ടാണ് അത്ര ക്രൂരമായിട്ട് തന്നെ ജനങ്ങൾ പ്രതികരിച്ചതും ഇന്ദിരാഗാന്ധിക്ക് വൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അതിൻ്റെ ഒരു അനുസ്മരണം ഇപ്പോൾ ഇദ്ദേഹം നടത്തിയ ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ വന്നു? അടിയന്തരാവസ്ഥ കാലത്ത് പറയാത്ത കാര്യങ്ങൾ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിത് കണക്ട് ചെയ്യുന്നത് ഒരു സർവേ വന്നു, വൈബ്സ് എന്ന് പറയുന്ന ഒരു സർവേ. ആ വൈബ്സിൻ്റെ സർവേ പ്രകാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ആൾ ഡോക്ടർ ശശി തരൂരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് 17% അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയുടെ ശതമാനമെങ്കിൽ ശശി തരൂരിന് കിട്ടിയിരിക്കുന്ന 28%. അതായത് ഏതാണ്ട് 11% മുകളിൽ നിൽക്കുന്നു ശശി തരൂർ. അദ്ദേഹം അതൊന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. താനാണ് 1ാം സ്ഥാനത്ത് എന്നുള്ളത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു.
അപ്പോൾ അതും ഒരു വെല്ലുവിളിയാണ്. കോൺഗ്രസിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലീഡർ കേരളത്തിൽ ശശി അല്ല, തരൂർ. അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ശശി തരൂർ ഇങ്ങനെ ഒരുപക്ഷെ രാജ്യത്തിന് മുഴുവനുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രസ്താവനകൾ നടത്തുന്നു എന്നല്ലാതെ ഇപ്പം പ്രധാനമന്ത്രി ഏൽപ്പിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം നല്ല മാന്യമായിട്ട് തന്നെ ചെയ്തു. അല്ലാതെ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും പ്രത്യേകിച്ച്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് മുരളീധരൻ പറഞ്ഞത്. ഇത്തരത്തിൽ നിങ്ങൾ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? UDF ആണ് മുഖ്യമന്ത്രിയാവുക, UDF ആണ് മുഖ്യമന്ത്രി. UDF തീരുമാനിക്കും ആരാകണം എന്നുള്ളത്. അതിൽ ഒരാളുടെ മാത്രം പേര് നിർദ്ദേശിച്ച് ജനം പറയുന്നതല്ലല്ലോ മുഖ്യമന്ത്രി. ഒരു രാഷ്ട്രീയ പാർട്ടി വരുന്നിടത്തല്ലേ അവരല്ലേ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ആദ്യം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കൂ എന്ന് പറഞ്ഞതിൽ വാസ്തവമില്ലേ? വാസ്തവമുണ്ട് പറഞ്ഞത് വളരെ സത്യം. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, എല്ലാത്തിലേക്കും കടക്കാൻ സമയമില്ല. ബാഴ്സലോണ മോഡൽ ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഹൈഫൈ ഏർപ്പാടാണ് എല്ലാവർക്കും സൗജന്യമായിട്ട് വൈഫൈ കൊണ്ടുവരുമെന്ന്. കുറച്ച് നാൾ കിട്ടിയിരുന്നു. ഇപ്പോൾ ശശി തരൂർ കൊടുക്കുന്ന അതിനകത്ത് യാതൊരുവിധ നോ ഐ പി നമ്പർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. വെറുതെ ശശി തരൂർ എന്നും പറഞ്ഞുണ്ട്, പക്ഷേ ആ വൈഫൈ സിഗ്നൽ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അതും പാളിപ്പോയി. വേറെ ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പോപ്പുലാരിറ്റി, വിശ്വപൗരനാണെന്നും ഒക്കെയുള്ള VK കൃഷ്ണമേനോനെ പോലെയാണ് നമുക്ക് താരതമ്യം ചെയ്യേണ്ടത്. VK കൃഷ്ണമേനോൻ തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു ചുക്കും ചെയ്തിട്ടില്ല. MN ഗോവിന്ദൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൻ്റെ തേരിലിരുത്തിയത് അദ്ദേഹമാണ്. പന്തളം എന്ന് പറയുന്ന സ്ഥലത്തിന് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പന്തളവാസ ഗോവിന്ദ, നിൻ്റെ അമ്മയുടെ വോട്ടും ഞങ്ങൾക്കാണെന്ന് പറഞ്ഞാണ് പാടിക്കൊണ്ട് നടന്നത്. അവിടുന്ന് അദ്ദേഹം ജയിച്ചു. നായർ പ്രാമുഖ്യമുള്ള ആ സ്ഥലത്തു നിന്ന് അദ്ദേഹം ജയിച്ചു വൻ ഭൂരിപക്ഷത്തോടു കൂടി. പക്ഷേ പന്തളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പന്തളത്തുകാർ തന്നെ പരാതിപ്പെട്ടു. എന്ന് പറയുന്ന പോലെയാണ് ശശി തരൂർ. വലിയ ആൾക്കാരായി കഴിഞ്ഞാൽ അവരുടെ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും പറ്റിയത്, ഇന്ദിരാഗാന്ധിക്കും പറ്റിയത്. അവരെല്ലാം മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യാതായി. മണ്ഡലത്തിന് വേണ്ടി ചെയ്ത പലരും വമ്പിച്ച ജനപിന്തുണയോടുകൂടി പിന്നെ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. മുരളീധരൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരു വിശ്വപൗരൻ്റെ തലത്തിൽ വിശ്വ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വിശ്വം അങ്ങ് നോക്കിയാൽ മതി എന്നുള്ളത് തന്നെ അദ്ദേഹം പറഞ്ഞത്. കാരണം കുറിക്കുകൊള്ളുന്ന ഉത്തരം പറയാൻ മെടുക്കം മുരളീധരൻ തന്നെ. അദ്ദേഹം KPCC പ്രസിഡൻ്റായിട്ടിരിക്കണം. അതിന് പകരം സണ്ണി ജോസഫ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? കോൺഗ്രസ്സിൽ ആരാ യോഗ്യന്മാരല്ലാത്ത മുഖ്യമന്ത്രിയാവാൻ? ഇങ്ങനെയുള്ള അഴകുഴ മറുപടികളല്ല വേണ്ടത്. ഇതിന് നല്ല തക്കതായിട്ടുള്ള കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്. ഉരുളക്കുപ്പേരി പോലുള്ള ഉത്തരങ്ങൾ. അതൊരു വലിയൊരു ജനപ്രിയത നേടുന്നതിനുള്ള. ശശി തരൂരിന്റെ ഈ പ്രസ്ഥാനങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾ അത് ആഘോഷിക്കുന്നുണ്ട്. ചിലവർക്ക് അദ്ദേഹത്തിനോട് അമിതമായിട്ടുള്ള ഇഷ്ടവും തോന്നുന്നുണ്ട്. ഒരു പക്ഷേ BJP-യിൽ നിന്ന് തന്നെ ഒരു പക്ഷേ RSS സംഘപരിവാറിനൊക്കെ ഒരു പക്ഷെ കൂടുതൽ ഒരു ഇഷ്ടം, ഒരു പ്രിയം ഇദ്ദേഹത്തിനോട് തോന്നുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഇച്ചിരി കടന്നു പോകുന്നില്ലേ? സ്നേഹം ഒരിക്കലും കടുത്തതല്ലോ. സ്നേഹം നല്ലതല്ലേ? പറയുന്ന പരാമർശങ്ങളും വിമർശങ്ങളും ഒക്കെ ഇപ്പൊ കുറച്ച് കടുത്തു പോകുന്നില്ലേ അടുപ്പിച്ചടുപ്പിച്ചുള്ള? എനിക്ക് തോന്നുന്നത് ഇപ്പം ശശി തരൂരിനെ കോൺഗ്രസിലേക്ക് സോണിയാഗാന്ധിയാണ് കൊണ്ടുവരാൻ കാര്യം എന്താ? നെഹ്റുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ അധികമായിട്ടുള്ള ഈ സ്നേഹമാണ്. അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം ഇദ്ദേഹം അടുത്തറിഞ്ഞപ്പോൾ മോദിയോട് കൂടുതലൊരു സ്നേഹം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു നല്ല പ്രധാനമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ നയങ്ങൾ നല്ലതായതുകൊണ്ടും വന്ന ഒരു ബഹുമാനവും സ്നേഹവും ആയിരിക്കണം അതെന്നാണ് ഇരിക്കുന്നത്. അല്ലാതെ വേറൊരു കള്ളത്തരത്തിനൊന്നും ഇദ്ദേഹത്തിന് പോകേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ പണം കൂമ്പാരമായിട്ട് കിടക്കുന്ന ഒരാളാണ്. വൻകിട സ്റ്റാറുകളിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിക്കുന്ന മദ്യത്തിൻ്റെ തന്നെ വില നമുക്ക് ഒരു 10,000-ന് മുകളിലാണ്. അതുപോലെയുള്ള ചിട്ടയിൽ ജീവിക്കുന്ന വിദേശ പൗരനെ പോലെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളിങ്ങനെ ഈ കള്ളത്തരങ്ങൾക്ക് വേണ്ടിയൊന്നും പോവില്ല. ഇത് രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ ഭരണപരമായിട്ടും മോദി കൈക്കൊള്ളുന്ന നയങ്ങളോടുള്ള ഒരു ആദരവാണ്. കോൺഗ്രസ്സിനോ രാഹുൽ ഗാന്ധിക്കോ അതിൽ ഒരു നേതാവിന് പോലും ആ ലെവലിലെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടവുമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാനാണ് ഒന്നാമതും പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ പോകുന്നുമില്ല എന്നുള്ളത് ഉറപ്പായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ BJP-യിലേക്ക് തന്നെ പോവുക, അല്ലാതെ ഒന്നുകിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയുള്ള പ്രകോപനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആ ട്രാപ്പിൽ ഇതുവരെ വീണിട്ടില്ല. വീണ് കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും വലിയൊരു സ്ഥാനത്തേക്ക് BJP-യിൽ ചേർന്നിട്ട് പോകുമെന്ന് തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആഗോളതലത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു എന്നാണ് ഈ വാക്കുകൾ. അടിയന്തരാവസ്ഥയിലേക്ക് വീണ്ടും ഇതിനൊരു ഉത്തരം കൂടിയാണിത്. ഇപ്പോൾ ഇവിടെ പിന്നെ ഗുപ്തമായ അടിയന്തരാവസ്ഥ ഉണ്ട് എന്നുള്ള കോൺഗ്രസിൻ്റെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ട് എന്നുള്ള
കോൺഗ്രസിൻ്റെ ആരോപണത്തിൻ്റെ ഒരു മറുപടിയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിക്കൊണ്ട് തന്നെ ശശി തരൂർ നടത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.